celebrating 13 colorful years of capturing heartbeats of Carolites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery, 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ദൈവിക സന്ദേശത്തിന്റെ യഥാർത്ഥ വാഹകർ സ്വയം ഉയർത്തിക്കാട്ടാനോ സ്വന്തം ആശയങ്ങൾ പരസ്യപ്പെടുത്താനോ അല്ല, അയക്കപ്പെട്ടവന്റെ സന്ദേശം എളിമയോടെ പ്രഘോഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അത്തരമൊരു പ്രഘോഷണത്തിന്റെ മാതൃകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതമെന്നും സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ ലൂയിസ് ആന്റോണിയോ ഗോക്കിം താഗ്ലി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്ന ഈ വർഷത്തിൽ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷത്തിന് പ്രത്യേകമായ ഒരർത്ഥം കൈവരുന്നുണ്ടെന്ന് കർദിനാൾ താഗ്ലെ ഡിസംബർ 3 ചൊവ്വാഴ്ച ഗോവയിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ പ്രസ്താവിച്ചു. വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളും സുവിശേഷകന്റെ സന്ദേശവാഹകരാണെന്നുള്ളതാണെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. മറ്റൊരാളുടെ സന്ദേശം വഹിക്കുവാനാണ് സന്ദേശവാഹകൻ എന്ന് ഓർമ്മിപ്പിച്ച കർദിനാൾ താഗ്ലെ വിശുദ്ധ ഗ്രന്ഥത്തിലും മാലാഖമാരെയും പ്രവാചകരെയും അപ്പസ്തോലന്മാരെയും പോലെ തിളങ്ങുന്ന ദൈവത്തിൻ്റെ സന്ദേശവാഹകരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. യേശുവും ഇതേ മാതൃകയിൽ പിതാവിൻ്റെ ഉന്നതനായ സന്ദേശവാഹകനാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജെറാമിയുടെയും പൗലോസ് അപ്പസ്തോലൻ്റെയും ഉദാഹരണങ്ങൾ കാട്ടി. വിശുദ്ധ ഗ്രന്ഥത്തിലെ സന്ദേശവാഹകർ മറ്റുള്ളവരിലേക്ക് വിവിധ ദേശങ്ങളിലേക്കും ദൈവിക സന്ദേശം എത്തിക്കാനായി വിളിക്കപ്പെട്ടവരായിരുന്നുവെന്ന് സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററി പ്രിഫെക്ട് അനുസ്മരിച്ചു. അതേസമയം നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്ത് കള്ളപ്രവാചകന്മാരും നിലനിൽക്കുന്നുണ്ടെന്നും ദൈവങ്ങളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവർ സമൂഹത്തിന് നാശനഷ്ടങ്ങളാണ് കൊണ്ടുവരികയെന്നും കർദിനാൾ താഗ്ലെ ഓർമ്മിപ്പിച്ചു. തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്ന ചിന്തയാലും അത്യാഗ്രഹം, വിവേചനം, അനീതി, അക്രമം തുടങ്ങിയവയിലുമാണ് അവർ നയിക്കപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പസ്തോലന്മാരും പ്രവാചകരും വഴി അറിയിക്കപ്പെട്ട ക്രിസ്തു രഹസ്യമാണ് സുവിശേഷം എന്ന് ഉദ്ബോധിപ്പിച്ച കർദിനാൾ പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തൻ്റെ രാജ്യം നമുക്കായി മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ് ഇവിടെ നാം കാണുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സുവിശേഷം എന്നത് അർത്ഥമില്ലാത്ത ഒരു വാഗ്ദാനമോ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമോ അല്ലെന്നും അത് യേശു തന്നെയാണെന്നും പറഞ്ഞ കർദിനാൾ അവൻ്റെ സന്ദേശവാഹകാരകൻ യേശു നമ്മെയും വിളിക്കുന്നുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ എപ്രകാരമായിരിക്കണം ഒരു യഥാർത്ഥ സന്ദേശവാഹകനെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള മറ്റൊരാൾക്ക് പകരമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഇന്ത്യയിലേക്ക് അയച്ചതിനെ പരാമർശിച്ചുകൊണ്ട് എളിമയോടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് വിശുദ്ധൻ്റെ ഭൗതിക ശരീരം അടങ്ങുന്ന വെള്ളയിൽ തീർത്ത പേടകം ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിൽ നിന്ന് 10 വർഷത്തിലൊരിക്കൽ മാത്രം അവിടെയുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിക്കുന്നതിനെ തുടർന്ന് ഈ വർഷം ഗോവ കത്തീഡ്രൽ ദേവാലയത്തിൽ അവസരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രസംഗത്തിലാണ് ഇഗ്നേഷ്യസ് ലയോളയുടെ നിർദ്ദേശപ്രകാരം ഗോവയിലെത്തി അനേകായിരങ്ങൾക്ക് രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തെക്കുറിച്ച് കർദിനാൾ താഗ്ലെ സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.